ആഹാ എന്നും നന്മകൾ. ഓഫ്കോഴ്സ് ഇത് ഞാൻ വന്ന ഉടനെ നയം വ്യക്തമാക്കുന്നു കഴിഞ്ഞ് എന്നും നന്മകൾ ചെയ്തിട്ടാണ് പിന്നെ വിഷ്ണു ലോകത്തിലോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് മമ്മൂക്കയുടെ പടം, ജയറാമിൻ്റെ പടം, പിന്നെ അത് കഴിഞ്ഞ് വിഷ്ണു ലോകത്തിൽ ലാലിൻ്റെ കൂടെ. സോ ഇറ്റ് വാസ് ലൈക്ക് അതെ മിണ്ടാത്തത് എന്നും നന്മകൾ. പിന്നെ സത്യേട്ടൻ്റെ പടം. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചെയ്യാൻ. സത്യേട്ടൻ്റെ പടം ഞാൻ അതിന് മുമ്പ് ചെയ്തില്ലായിരുന്നു. സോ ഇതിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെയും പറഞ്ഞു. പിന്നെ ഇങ്ങനെ അപ്പോഴും ഞാൻ ഓർത്തില്ല ഇങ്ങനെ ജയറാമിൻ്റെ കൂടെ ആണെങ്കിൽ ശ്രീനിയേട്ടനുണ്ട്, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഏതോ നമ്മളൊരു നല്ലൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അടിപൊളി ടൈം പാസ്സായിരുന്ന ഒരു പടമായിരുന്നു, നല്ലൊരു പടമായിരുന്നു. ഇത് റീസെന്റ് മൂവിയാണ്. എൻ്റെ ഉമ്മാൻ്റെ പേര് ഇതില് ക്യാമിയോ ആണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു 2 days ഐ തിങ്ക് ഞാൻ ഏതോ ഒരു പടം ലോനപ്പൻ്റെ മാമോദീസ് അങ്ങനെ എന്തോ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. കോഴിക്കോട് ഷൂട്ടുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ക്യാമിയോ 1 ദിവസത്തെ 2 ദിവസത്തെ മാക്സ് വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തതാ. പക്ഷെ എന്നാൽ പോലും നോട്ടബിൾ ആയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ടോവിയുടെ കൂടെയുള്ള ക്യാരക്ടർ. കേൾക്കാത്ത ശബ്ദം, യെസ്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫിലിം കരിയറിലെ 3-മത്തെ മറ്റും ഫിലിമാണെന്ന് തോന്നുന്നു. 3-മത്തെയോ 4-മത്തെ പടമാണ് ഇത് ചെയ്തത്. ബാലേന്ദ്ര മേനൻ്റെ താരാട്ടായിരുന്നു ആദ്യം ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്യുന്ന പടമാണ് കേൾക്കാത്ത ശബ്ദം. കേൾക്കാത്ത ശബ്ദത്തിൽ ബാലേന്ദ്ര മേനൻ്റെ സിസ്റ്ററായിട്ടാണ് ഞാൻ വരുന്നത്. അതിലൊരു നല്ലൊരു പാട്ടുണ്ട്, ആന പളുങ്ങ് കൊണ്ടൊരു ആന എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കളിപ്പിക്കുന്നതായിട്ട്. അഫ്കോഴ്സ് നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല, കാരണം ഇത് 82, 83 ആ സമയത്തുള്ള പടങ്ങളാണ്. എന്തായിരുന്നു പാട്ട്? ആ പാട്ട് പാടാറിയോ? അത് ബാലേന്ദ്ര മേനൻ തന്നെ പാടിയ പാട്ടാണ്. ഒരു 2 വരി നമ്മൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എനിക്ക് ലിറിക്സ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല മോളെ. ഞാൻ ആന പളുങ്ങ് കൊണ്ടൊരാന, ആടുന്ന ആന, ഓടുന്ന ആന, കനിമാക്കന്നാന, അങ്ങനെ എന്തോ ഒരു സംഭവം. അധികം ലിറിക്സ് അറിയില്ല. ഇത്രയൊക്കെ അങ്ങനെ ഒരു കൊച്ചിനെ കളിപ്പിക്കുന്നതാണ് അത് വെച്ചിട്ട്. അംബികയുടെ കൊച്ച് അതില്.